പ്രകോപനം തുടർന്ന പാകിസ്ഥാൻ തിരിച്ചടി നൽകി ഇന്ത്യ. നിയന്ത്രണ രേഖയിൽ പാക് ഡ്രോൺ ആക്രമണം. ജില്ലയിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 3 മരണം. കണിമംഗലത്തും തിരുവല്ലാമലയിലും പേരാമ്പ്രയിലുമുണ്ടായ വാഹനാപകടത്തിലാണ് ബൈക്ക് യാത്രികർ മരിച്ചത്. ഗുരുവായൂരിൽ വീട്ടമ്മയെ ആക്രമിച്ച് 3 പവന്റെ മാല കവർന്നു. സമീപത്തെ വീട്ടിൽ നിന്നും 2.5 ഗ്രാമിന്റെ കമ്മലും പണവും മോഷണം പോയി. പൗരട്ടി സെന്റ് ജോസഫ് തീർത്ഥ കേന്ദ്രത്തിലെ തിരുനാളിന് തുടക്കമായി. കൂടുതുറക്കൽ ശുശ്രൂഷ ഇന്ന് വൈകിട്ട്. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പലൂരിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. നിർമ്മാണം പൂർത്തീകരിച്ച സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ കടത്തിവിടാതെ റോഡ് അടച്ചിട്ടതാണ് ഗതാഗതക്കുരുക്കിന് കാരണം. ചേറ്റുവയിൽ ആംബുലൻസിന്റെ മറവിൽ ലഹരി കച്ചവടം നടത്തി 2 പേർ പോലീസ് പിടിയിലായി. ചേറ്റുവ സ്വദേശി നസ്രുദ്ദീൻ, ചാവക്കാട് സ്വദേശി അബ്സാദ് എന്നിവരാണ് പിടിയിലായത്. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. അർദ്ധരാത്രിയിലും അതിർത്തിയിൽ പ്രകോപനം തുടർന്ന പാകിസ്ഥാന്റെ നീക്കങ്ങൾക്ക് ഇന്ത്യൻ സൈന്യം കനത്ത തിരിച്ചടി നൽകി. പൂഞ്ചിൽ ഇന്ത്യൻ വ്യോമ അതിർത്തി കടന്ന പാകിസ്ഥാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ഇന്ത്യ തകർത്തു. 26 കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട പാക് ഡ്രോണുകളും തകർത്തു. ശ്രീനഗറിലും ജമ്മുവിലും ഇന്ത്യ പാക് പോർ വിമാനങ്ങൾ നേർക്കുനേരെത്തി. ശ്രീനഗറിൽ 3ാം തവണയും സ്ഫോടനങ്ങളുണ്ടായി. ജമ്മു, ഉറി, കുബാരെ എന്നിവിടങ്ങളിൽ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചു. അതേസമയം പാക് ഷെല്ലാക്രമണത്തിൽ ജമ്മു സർക്കാരിലെ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു. ജമ്മു കാശ്മീർ അഡ്മിനിസ്ട്രേഷൻ സർവീസസിലെ ഉദ്യോഗസ്ഥനായ രാജ്കുമാർ താപ്പയാണ് രജൌരിയിൽ നടന്ന ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഇക്കാര്യം സ്ഥിരീകരിച്ചു. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന സുരക്ഷാ നടപടികൾ വിലയിരുത്തി. സൈനിക മേധാവിമാരും പ്രതിരോധ മന്ത്രിയും യോഗത്തിൽ പങ്കെടുത്തു. കണിമംഗലം ഓവർ ബ്രിഡ്ജിന് സമീപം ബൈക്കിൽ ബസ്സിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. ചേർപ്പ് സ്വദേശി കോച്ചേരിപ്പറമ്പിൽ 35 വയസ്സുള്ള വിനോദ് കുമാറാണ് മരിച്ചത്. ഒറ്റപ്പാലം തൃശൂർ റൂട്ടിലോടുന്ന വേദോ ബസ്സാണ് അപകടത്തിനിടയാക്കിയത്. തൃശൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന വിനോദ് കുമാർ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ തൃശൂർ ഭാഗത്തേക്ക് വന്ന ബസ് ഇടിക്കുകയായിരുന്നു. ബസ് അമിത വേഗത്തിലായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. നെടുപുഴ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. തിരുവല്ലാമലയിൽ ബൈക്കും ഓട്ടോയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. പുതുക്കോട് സ്വദേശി സഞ്ജയ് ആണ് മരിച്ചത്. പെട്രോൾ പമ്പിന് സമീപം ഇന്നലെ രാത്രിയായിരുന്നു അപകടം. അപകടത്തിൽ ഓട്ടോ മറിഞ്ഞ് ഓട്ടോ യാത്രികരായ കുടുംബത്തിനും നിസ്സാര പരിക്കേറ്റു. ദേശീയപാത പേരാമ്പ്ര സർവീസ് റോഡിലുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. കൊടകര വല്ലപ്പാടി സ്വദേശി മടത്തിക്കര വീട്ടിൽ 55 വയസ്സുള്ള ഷാജിയാണ് മരിച്ചത്. പേരാമ്പ്ര അപ്പോളോ ടയേഴ്സിലെ കരാർ തൊഴിലാളിയാണ്. ഇന്ന് രാവിലെ 8:30യോടെയായിരുന്നു അപകടം. അടിപ്പാത നിർമ്മാണം നടക്കുന്നതിന് സമീപം സർവീസ് റോഡിൽ കാനയ്ക്ക് മുകളിൽ ചെരിച്ചു വെച്ചിരുന്ന കോൺക്രീറ്റ് സ്ലാബിൽ തട്ടാതിരിക്കാനായി ബൈക്ക് വെട്ടിച്ചപ്പോൾ പുറകെ വന്നിരുന്ന ചരക്ക് ലോറി ഇടിക്കുകയായിരുന്നു. അടിപ്പാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ സർവീസ് റോഡിലൂടെ ഒറ്റവരിയായാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത്. അധികൃതരുടെ അനാസ്ഥയാണ് അപകടത്തിന് കാരണമായതെന്ന് ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ചന്ദ്രാപിനി ദേശീയപാതയിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം. കുന്നംകുളത്ത് നിന്ന് മീനുമായി എറണാകുളത്തേക്ക് പോയിരുന്ന പിക്കപ്പ് വാനും എടമുട്ടത്തേക്ക് വന്നിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇന്നലെ രാത്രി ചന്ദ്രാപിനി സെന്ററിന് വടക്ക് പഴയ മനോജ് തിയേറ്ററിന് സമീപമായിരുന്നു അപകടം. കാറിന്റെ മുൻഭാഗം തകർന്നിട്ടുണ്ട്. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് മുന്നിൽ ബസും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 2ആയി. ഗുരുതരമായി പരിക്കേറ്റ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വരന്തരപ്പള്ളി പള്ളിക്കുന്ന് വെണ്ണാട്ടുപറമ്പിൽ ജോയുടെ മകൻ 18 വയസ്സുള്ള അലനാണ് മരിച്ചത്. ഇന്നലെ രാവിലെയായിരുന്നു അപകടം. വരാക്കര മേച്ചേരിപ്പടി ആൻസന്റെ മകൻ 19 വയസ്സുള്ള ആൻസ്റ്റിൽ നേരത്തെ മരിച്ചിരുന്നു. ആൻസ്റ്റിൽ തൃശൂർ സെന്റ് തോമസ് കോളേജിലെ ബിരുദ വിദ്യാർത്ഥിയും അലൻ വരന്തരപ്പള്ളി CJM അസംഷൻ HSSലെ +2 വിദ്യാർത്ഥിയുമാണ്. ഗുരുവായൂരിൽ വീടിനകത്ത് കയറിയ മോഷ്ടാവ് വീട്ടമ്മയെ ആക്രമിച്ച് 3 പവന്റെ മാല കവർന്നു. സമീപത്തെ വീട്ടിൽ നിന്ന് 2 ഗ്രാമിന്റെ കമ്മലും മോഷണം പോയിട്ടുണ്ട്. മാവിൻചുവട് അമ്പാടി നഗറിൽ ഈശ്വരീയത്തിൽ പരമേശ്വരൻ നായരുടെ ഭാര്യ കനകകുമാരിയുടെ മാലയാണ് കവർന്നത്. പുലർച്ചെയായിരുന്നു സംഭവം. പൂജാമുറിയിൽ വിളക്ക് കത്തിക്കുന്നതിനിടെയാണ് ചാരിയിട്ടിരുന്ന മുൻവശത്തെ വാതിൽ തുറന്ന് മോഷ്ടാവ് അകത്ത് കയറിയത്. ഇവർ പരിഭ്രമിച്ചപ്പോഴേക്കും മോഷ്ടാവ് മാല വലിച്ചു പൊട്ടിച്ച് രക്ഷപ്പെട്ടു. പിടിവലിയിൽ താലിയും ലോക്കറ്റും പൊട്ടി താഴെ വീണു. കയ്യിൽ കിട്ടിയ മാലയുമായി മോഷ്ടാവ് മതിൽ ചാടി രക്ഷപ്പെട്ടു.
തൊട്ടടുത്ത പൂട്ടിക്കിടന്നിരുന്ന ചിറ്റിലപ്പള്ളി സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്നാണ് കമ്മൽ മോഷണം പോയത്. വാടകയ്ക്ക് താമസിക്കുന്ന ഇവർ വീട് പൂട്ടി സ്വന്തം വീട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു. വാതിലിന് മുകളിൽ വെച്ചിരുന്ന താക്കോലെടുത്ത് തുറന്നാണ് മോഷ്ടാവ് അകത്ത് കയറിയത്. അലമാരയിൽ ചെറിയ പെട്ടിയിൽ സൂക്ഷിച്ചിരുന്ന കമ്മലാണ് നഷ്ടപ്പെട്ടത്. ഇതോടൊപ്പം ഉണ്ടായിരുന്ന 500 രൂപയും മോഷ്ടിച്ചിട്ടുണ്ട്. സാധനങ്ങൾ വാരി വലിച്ചിട്ട നിലയിലായിരുന്നു. മോഷ്ടാവ് ചുവന്ന ഷർട്ടും കറുത്ത മുണ്ടുമാണ് ധരിച്ചിരുന്നതെന്ന് വീട്ടുകാർ പറഞ്ഞു. ഗുരുവായൂർ പോലീസിൽ പരാതി നൽകി. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ യൗസേ പിതാവിന്റെ ഊട്ടുതിരുനാളിന് തുടക്കമായി. തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംപ്ലാക്കലിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ നടന്ന നൈവേദ്യ പൂജയ്ക്ക് ശേഷം നേർച്ച ഭക്ഷണാശീർവാദവും വിതരണവും നടന്നു. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, ഫാദർ ഗോഡ്വിൻ, ഫാദർ ലിവിൻ കുരുതുകുളങ്ങര എന്നിവർ സഹകാർമ്മികരായിരുന്നു. നേർച്ച ഭക്ഷണ ആശീർവാദത്തോടെ ഊട്ടുതിരുനാൾ ഏറ്റുകഴിക്കുന്നതിന് ഭക്തജനങ്ങളുടെ നീണ്ട നിര രൂപപ്പെട്ടു. പാവറട്ടി സമുദായ മഠം വിജയന്റെ നേതൃത്വത്തിലാണ് നേർച്ചയൂട്ട് ഒരുക്കുന്നത്. വിവിധ കമ്മിറ്റി കൺവീനർമാരായ KD ജോസ്, AR ജോൺ, ആൽബർട്ട് തരകൻ, PJ വിൻസെന്റ്, ഷാജു ലൂയിസ്, KO ബാബു, VL സേവ്യർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് ഊട്ടുതിരുനാൾ ഭക്ഷണ വിതരണത്തിന് നേതൃത്വം നൽകുന്നത്. ഊട്ടുസദ്യ ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3 വരെ തുടരും. ഒരേ സമയം 1500ഓളം പേർക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതിനുള്ള സൗകര്യം ഊട്ടുശാലയിൽ ഒരുക്കിയിട്ടുണ്ട്. പാവറട്ടി തെക്ക് ഭാഗം വെടിക്കെട്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന തിരുമുറ്റമേളം ഫ്യൂഷൻ ആസ്വാദകർക്ക് ആവേശമായി. ബാൻഡ് വാദ്യവും വാട്ടർ ഡ്രമ്മും കൂടി സമന്വയിപ്പിച്ച ഫ്യൂഷൻ ദേവാലയമുറ്റത്ത് പ്രത്യേക വേദിയിൽ അരങ്ങേറി. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ഡോക്ടർ ആന്റണി ചെമ്പകശ്ശേരി തിരുമുറ്റമേളം ഫ്യൂഷൻ ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ CRP ബാൻഡും ബെൽസ് മ്യൂസിക് ബാൻഡുമാണ് തിരുമുറ്റമേളം ഒരുക്കിയത്. തെക്ക് ഭാഗം വെടിക്കെട്ട് കമ്മിറ്റിയുടെ KF ലാൻസൺ, ജീൻ വർഗീസ്, ജോൺ പെന്നീസ്, ജിൽസ് തോമസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പാവറട്ടി മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തിരുനാൾ ആഘോഷത്തിന് മാറ്റുകൂട്ടാൻ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വ്യാപാരികളുടെ ബഹുനില ദീപാലങ്കാര പന്തൽ പ്രകാശിതമായി. 75 അടി ഉയരത്തിലുള്ള അലങ്കാര പന്തലിൽ 1 ലക്ഷം ബൾബുകളാണ് വിവിധ ഡിസൈനുകളിൽ പ്രകാശം പരത്തുന്നത്. പാവറട്ടി പുതുമനശ്ശേരി ഷമീർ സൗണ്ടാണ് ദീപാലങ്കാരം ഒരുക്കിയിട്ടുള്ളത്. 5 നിലകളിലായാണ് പന്തൽ. 30 ഡിസൈനുകളാണ് ഒരുക്കിയിട്ടുള്ളത്. ആർഷിദ് വെള്ളറക്കാടാണ് പന്തൽ നിർമ്മാണം. പന്തൽ ദീപാലങ്കാരം പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന സ്വിച്ച് ഓൺ ചെയ്തു. മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് AJ വർഗീസ് അധ്യക്ഷനായി. CL റാഫേൽ, EV വിനോദ്, PI റാഫേൽ, CP തോമസ്, AC ജോർജ് എന്നിവർ സംസാരിച്ചു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ തിരുനാൾ പ്രദക്ഷിണത്തിന് ചാരുതയേകുന്ന പൊൻകുരിശുകളുടെ പ്രദർശനം ആരംഭിച്ചു. 81 കുടുംബ കൂട്ടായ്മകളെ പ്രതിനിധീകരിച്ച് 81 പൊൻകുരിശുകളാണ് പ്രദർശനത്തിന് ഒരുക്കിയിരിക്കുന്നത്. പ്രദർശനത്തിന്റെ ഉദ്ഘാടനം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി നിർവഹിച്ചു. മാനേജിംഗ് ട്രസ്റ്റി OJ ഷാജൻ, കേന്ദ്ര സമിതി കൺവീനർ സേവ്യർ അറക്കൽ, AT ജോയ്, റീമ ടോമി, ആന്റണി വിജോ, റാഫി നീലങ്കാവിൽ എന്നിവർ പങ്കെടുത്തു. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പലൂരിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. ചാലക്കുടി ഭാഗത്തേക്കുള്ള പാതയിലാണ് കുരുക്കേറിയത്. ഇന്ന് രാവിലെ ആമ്പലൂർ മുതൽ പാലിയേക്കര ടോൾ പ്ലാസ വരെ വാഹനങ്ങളുടെ നീണ്ട നിരയായിരുന്നു. ആമ്പലൂർ കടക്കാൻ ചില സമയങ്ങളിൽ അരമണിക്കൂർ വരെയാണ് വേണ്ടിവരുന്നത്. വാഹനങ്ങൾ കുരുക്കിൽപ്പെട്ടതോടെ കൃത്യസമയത്ത് ജോലിക്കെത്താൻ കഴിയാതെ ആളുകൾ വലഞ്ഞു. ആംബുലൻസ് ഉൾപ്പെടെയുള്ള അവശ്യ സർവീസുകൾ ഏറെ നേരം കാത്തുകിടന്നാണ് കടന്നുപോയത്. ആമ്പലൂരിലെ തിരക്ക് ഒഴിവാക്കാൻ NHAI അധികൃതർ യാതൊരു നടപടിയും എടുക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. നിർമ്മാണം പൂർത്തീകരിച്ച സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ കടത്തിവിടാതെ റോഡ് അടച്ചുകെട്ടിയിരിക്കുകയാണ്. വരന്തരപ്പള്ളി, കല്ലൂർ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ദേശീയപാതയിലേക്ക് കയറുന്നത് ഇരുവശങ്ങളിലും തിരക്കേറാൻ കാരണമാകുന്നുണ്ട്. കൂടാതെ ആമ്പലൂർ സെന്ററിലെ ചാലക്കുടി ഭാഗത്തേക്കുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം താൽക്കാലികമായി മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ചേറ്റുവയിൽ ആംബുലൻസിന്റെ മറവിൽ ലഹരി കച്ചവടം നടത്തുന്ന 2 പേർ പോലീസ് പിടിയിലായി. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി തൃശൂർ റൂറൽ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും വാടാനപ്പള്ളി പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ചേറ്റുവ പാലത്തിന് സമീപം നിർത്തിയിട്ടിരുന്ന ആംബുലൻസിൽ നിന്ന് രാസലഹരിയായ MDMA യുമായി 2 പേരെ പിടികൂടിയത്.
ചേറ്റുവ സ്വദേശി പുത്തൻപീടികയിൽ നസറുദ്ദീൻ, ചാവക്കാട് സ്വദേശി അഫ്സാദ് എന്നിവരാണ് പിടിയിലായത്. ആവശ്യക്കാർക്ക് അവർ പറയുന്ന സ്ഥലങ്ങളിലേക്ക് ആംബുലൻസിൽ രാസലഹരി എത്തിച്ചു കൊടുക്കുന്നതാണ് ഇവരുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു. രാസലഹരി ഉപയോഗിക്കാനുള്ള ഉപകരണങ്ങളും വിപണനം നടത്താനുള്ള സിപ്ലോക്ക് കവറുകളും വാഹനത്തിൽ നിന്ന് കണ്ടെടുത്തു. ആംബുലൻസിലും രാസലഹരി ഉപയോഗിക്കാനുള്ള സൗകര്യം ഇവർ ചെയ്തു കൊടുത്തിരുന്നു. റൂറൽ DCRB ഡിവൈഎസ്പി ഉല്ലാസ് കുമാർ, കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി VK രാജു എന്നിവരുടെ നേതൃത്വത്തിൽ വാടാനപ്പള്ളി സബ് ഇൻസ്പെക്ടർ ശ്രീലക്ഷ്മി, തൃശൂർ റൂറൽ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡ് സബ് ഇൻസ്പെക്ടർ CR പ്രദീപ്, SIമാരായ ജയരാജ്, മുഹമ്മദ് റാഫി എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. 157 പേർ കൂടി എക്സൈസ് സേനയുടെ ഭാഗമായി. തൃശൂർ എക്സൈസ് അക്കാദമി ഗ്രൗണ്ടിൽ നടന്ന പരേഡിൽ വകുപ്പ് വിവിധ ജില്ലകളിൽ നിയമനം ലഭിച്ച 84 എക്സൈസ് ഇൻസ്പെക്ടർമാരുടെയും 59 സിവിൽ എക്സൈസ് ഓഫീസർമാരുടെയും 14 വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരുടെയും പാസിംഗ് ഔട്ട് പരേഡ് തൃശൂരിൽ നടന്നു. മന്ത്രി MB രാജേഷ് അഭിവാദ്യം സ്വീകരിച്ചു. പരിശീലനത്തിന്റെ വിവിധ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സേനാ അംഗങ്ങൾക്ക് മന്ത്രി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. എക്സൈസ് കമ്മീഷണർ മഹിപാൽ യാദവ്, എക്സൈസ് അക്കാദമി ഡയറക്ടർ K പ്രദീപ് കുമാർ എന്നിവരും സല്യൂട്ട് സ്വീകരിച്ചു. കൊലപാതക ശ്രമം ഉൾപ്പെടെ 15ഓളം കേസുകളിൽ പ്രതിയായ ഗുണ്ടയെ ഒല്ലൂർ പോലീസ് കരുതൽ തടങ്കലിലാക്കി. പൊന്നൂക്കര സ്വദേശി വട്ടപ്പറമ്പിൽ വീട്ടിൽ വിഷ്ണുവിനെയാണ് അറസ്റ്റ് ചെയ്തത്. കരുതൽ തടങ്കലിലാക്കിയത്. ജില്ലാ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിനെ തുടർന്നാണ് നടപടി. ഇൻസ്പെക്ടർ PM വിമോദ്, സീനിയർ CPO ലാലു, CPO സുഭാഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത് കരുതൽ തടങ്കലിലാക്കിയത്. കല്യാണ വീടുകളിലേക്കും വിരുന്നുകളിലേക്കും വൻതോതിൽ വാറ്റുചാരം എത്തിച്ചു നൽകിയിരുന്നയാളെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. ചായ്പാൻകുഴി സ്വദേശി മാങ്ങാടൻ വീട്ടിൽ സജീഷിനെയാണ് ചാലക്കുടി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ CU ഹരീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്ന് 15 ലിറ്റർ വാറ്റ് ചാരായം കണ്ടെടുത്തു. ഇയാൾ കാലങ്ങളായി വനമേഖലയോട് ചേർന്ന് താമസിച്ച് വനപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ചാരായം വാറ്റി നടത്തിവരികയായിരുന്നു. ചില്ലറ വിൽപ്പന നടത്താതെ മൊത്തമായി വിവാഹ പാർട്ടികൾക്കും മറ്റ് വിരുന്നുകൾക്കും എത്തിച്ചു കൊടുക്കുന്ന രീതിയാണ് ഇയാൾ പിന്തുടർന്നിരുന്നത്. പ്രതിയെ ചാലക്കുടി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അംബേദ്കറൈറ്റ്സ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷൻ സംസ്ഥാന സമ്മേളനം തൃശൂരിൽ നടന്നു. തൃശൂർ ജവഹർ ബാലഭവനിൽ പൊതുസമ്മേളനം റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ ഉദ്ഘാടനം ചെയ്തു. പ്രതിനിധി സമ്മേളനം മുൻ MLA VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. എഴുത്തുകാരനും ചിന്തകനുമായ സന്തോഷ് കുമാർ, പത്മശ്രീ IM വിജയൻ, ഉല്ലാസ് ബാബു, അഡ്വക്കേറ്റ് PK ശാന്തമ്മ, എഴുത്തുകാരി ധനുജകുമാരി എന്നിവർ പങ്കെടുത്തു. ട്രഡീഷണൽ ഷോട്ടോഗാൻ കരാട്ടയുടെ 2 ദിവസത്തെ സംസ്ഥാനതല കരാട്ടെ ക്യാമ്പ് തുടങ്ങി. 11 ജില്ലകളിൽ നിന്ന് 200 സീനിയർ കരാട്ടെ വിദ്യാർത്ഥികൾ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. MLA സനീഷ് കുമാർ ജോസഫ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കേരള ചീഫ് ജോൺസൺ പെരിന്തൽമണ്ണ അധ്യക്ഷത വഹിച്ചു. തിരുവുള്ളക്കാവ് ക്ഷേത്രത്തിന് സമീപം യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് മോതിരവും മൊബൈൽ ഫോണും കവർച്ച ചെയ്ത കേസിൽ 2 പേരെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവുള്ളക്കാവ് സ്വദേശി നന്ദിപുലം വീട്ടിൽ യദുകൃഷ്ണൻ, ചേർപ്പ് പടിഞ്ഞാറ്റുമുറി സ്വദേശി കിഴക്കൂടൻ വീട്ടിൽ ആൽവിൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കരാഞ്ചിറ സ്വദേശി കവലക്കാട്ട് വീട്ടിൽ ബിനു ജോസിനാണ് മർദ്ദനമേറ്റത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന്റെ നിർദ്ദേശപ്രകാരം ഇരിങ്ങാലക്കുട DVSP സുരേഷ്, ചേർപ്പ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ രമേശ്, SIമാരായ പ്രദീപ്, സജിപാൽ, ജയകൃഷ്ണൻ തുടങ്ങിയവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ചേർപ്പ് പള്ളിപ്പുറത്ത് ഇലക്ട്രിക് പോസ്റ്റിലെ കമ്പി പൊട്ടിയത് ശരിയാക്കാനെത്തിയ KCB ജീവനക്കാരെ അസഭ്യം പറഞ്ഞ് ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയ കേസിൽ പ്രതിയെ 1 ദിവസത്തെ തടവിനും 10,000 രൂപ പിഴയടയ്ക്കാനും ശിക്ഷ വിധിച്ചു. പള്ളിപ്പുറത്ത് നന്ദിലത്ത് വീട്ടിൽ ഉണ്ണികൃഷ്ണനെയാണ് തൃശൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് 1-ാം നമ്പർ കോടതി ശിക്ഷിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ആനന്ദകൃഷ്ണ കോടതിയിൽ ഹാജരായി.
കുഴൂരിൽ നടക്കുന്ന CPI മാള മണ്ഡലം സമ്മേളനത്തിന്റെ ഭാഗമായി പാർട്ടി ജന്മശതാബ്ദി സംഗമം സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KV വസന്തകുമാർ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, KG ശിവാനന്ദൻ, KS ജയ, TK സുധീഷ്, MR അപ്പുക്കുട്ടൻ, TN വേണു, ലളിത ചന്ദ്രശേഖരൻ എന്നിവർ സംസാരിച്ചു. ആദ്യകാല നേതാക്കളെ ജന്മശതാബ്ദിയുടെ ഭാഗമായി ആദരിച്ചു. സമ്മേളനം ഞായറാഴ്ച സമാപിക്കും. ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും ഉത്തരവാദിത്വവും കടമെടുക്കുന്ന എല്ലാ നടപടികളോടൊപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകും ഐക്യദാർഢ്യവും ഈ രാജ്യത്തിന് വേണ്ടി നമ്മൾ പലതാകേണ്ടതില്ല. എന്തുകൊണ്ടാണ് ഒരു യുദ്ധസാഹചര്യം ഉണ്ടായത്? ചാവക്കാട് കോടതി നിർമ്മാണ പുരോഗതി വിലയിരുത്തി MLA NK അക്ബർ. 37.9 കോടി രൂപ ചെലവഴിച്ച് 5 നിലകളായി നിർമ്മിക്കുന്ന കോടതിയുടെ നിർമ്മാണം അവസാന മിനുക്കുപണിയിലാണ്. നിലവിൽ കെട്ടിടത്തിന്റെ ഇന്റീരിയർ പ്രവൃത്തികളും കോടതി കുളത്തിന്റെ നവീകരണം, സബ് നിർമ്മാണം, മഴവെള്ള സംഭരണ സംവിധാനം തുടങ്ങിയവയാണ് നടക്കുന്നത്. 50,084 സ്ക്വയർ ഫീറ്റിലാണ് കെട്ടിടം യാഥാർത്ഥ്യമാകുന്നത്. ആധുനിക രീതിയിലുള്ള കെട്ടിടത്തിൽ ബാർ അസോസിയേഷൻ, ക്ലർക്ക് അസോസിയേഷൻ എന്നിവയടങ്ങുന്ന ഹാളുകൾ, പബ്ലിക് പ്രോസിക്യൂട്ടർ ഓഫീസ് തുടങ്ങി എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജൂലൈ അവസാനത്തോടെ എല്ലാ പ്രവൃത്തികളും പൂർത്തീകരിക്കാനാകുമെന്നും ഹൈക്കോടതി അനുമതിയോടെ പുതിയ കെട്ടിടത്തിൽ കോടതി ആരംഭിക്കാനാകുമെന്നും MLA അറിയിച്ചു. പൊതുമരാമത്ത് സ്പെഷ്യൽ ബിൽഡിംഗ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ ശാലിനി, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് രജിത് കുമാർ, ബാർ അസോസിയേഷൻ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി സംസ്ഥാനത്തെ 14 ജില്ലകളിലുമായി സംഘടിപ്പിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയുടെ ഗുരുവായൂർ മണ്ഡലം പദയാത്ര ചാവക്കാട് ഉരുമനിയൂരിൽ തങ്ങൾപടിയിൽ നിന്നും ആരംഭിച്ച് ചാവക്കാട് ആശുപത്രി റോഡ് ജംഗ്ഷനിൽ സമാപിച്ചു. പൊതുസമ്മേളനം വെൽഫെയർ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജബീന ഇർഷാദ് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു. വെൽഫെയർ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം ഷംസീർ ഇബ്രാഹിം, വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് KS നിസാർ, ജനറൽ സെക്രട്ടറി റഗീബ് K തറയിൽ തുടങ്ങിയവർ സംസാരിച്ചു. മുൻ MLA PR ഫ്രാൻസിസിന്റെ ചരമവാർഷിക ദിനം പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മണ്ണുത്തിയിൽ സംഘടിപ്പിച്ചു. മുൻ MLA MP വിൻസെന്റ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KN വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. മോളി ഫ്രാൻസിസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. KPCC മെമ്പർ ലീലാമ തോമസ്, DCC ഭാരവാഹികളായ ML ബേബി, KC അഭിലാഷ്, ജോണി ചിറയത്ത് എന്നിവർ സംസാരിച്ചു. ജോലി കഴിഞ്ഞ് വരുന്ന സമയം ബൈക്ക് നിർത്തി ഫോൺ വിളിച്ച് സംസാരിക്കുന്നത് ഇഷ്ടപ്പെടാത്തതിനെ തുടർന്നുള്ള വൈരാഗ്യത്താൽ യുവാവിനെ തടഞ്ഞു നിർത്തി ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതികളിൽ ഒരാളെ കൂടി വെള്ളിക്കുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തു. മറ്റത്തൂർ ഒമ്പതുങ്ങൽ സ്വദേശി കാക്കനാട് വീട്ടിൽ തേമാലി വിഷ്ണു എന്ന് വിളിക്കുന്ന വിഷ്ണുവിനെയാണ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ ഒൻപതുങ്ങൽ സ്വദേശി നിഖിലിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഒൻപതുങ്ങൽ സ്വദേശി വിനീതിനെയാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഏപ്രിൽ 21-നായിരുന്നു സംഭവം. വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ K കൃഷ്ണൻ, സബ് ഇൻസ്പെക്ടർ സന്തോഷ് കുമാർ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ മനോജ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ രാകേഷ് V, സിവിൽ പോലീസ് ഓഫീസർമാരായ രൂപേഷ് PV, അജിത് കുമാർ KC, ഹോംഗാർഡ് പ്രദീപ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. രാവിലെയും രാത്രിയിലുമുള്ള എഴുന്നള്ളിപ്പും കലാപരിപാടികളും മാത്രമല്ല, വിവിധ ക്ഷേത്രകലകളുടെയും സംഗമവേദി കൂടിയാണ് 10 ദിവസം നീണ്ടു നിൽക്കുന്ന കൂടൽമാണിക്യം ഉത്സവം. ഓട്ടൻതുള്ളൽ, ശീതങ്കൻ തുള്ളൽ, പാടകം, കുറത്തിയാട്ടം, ചാക്യാർകൂത്ത്, നങ്ങ്യാർകൂത്ത്, ബ്രാഹ്മണിപ്പാട്ട് എന്നീ ക്ഷേത്രകലകളാണ് ഉത്സവത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കുന്നത്. ശീവേലി ആരംഭിക്കുന്ന ദിവസം മുതൽ പള്ളിവേട്ട വരെ ഈ കലകൾ അവതരിപ്പിക്കും. ശീവേലിക്ക് ശേഷം സന്ധ്യാവേലപ്പന്തലിലാണ് ഓട്ടൻതുള്ളൽ, ശീതങ്കൻ തുള്ളൽ എന്നിവ നടക്കുന്നത്. കുലീപിനി തീർത്ഥമണ്ഡപത്തിൽ വൈകിട്ട് പാടകവും കുറത്തിയാട്ടവും നടക്കും. സന്ധ്യയ്ക്ക് കൂത്തമ്പലത്തിൽ പാരമ്പര്യാവകാശി അമ്മന്നൂർ ചാക്യാർ മഠത്തിൽ കുടുംബാംഗങ്ങൾ അവതരിപ്പിക്കുന്ന ചാക്യാർകൂത്ത്, പാരമ്പര്യാവകാശി വില്ലവട്ടത്ത് നങ്ങ്യാർ കുടുംബങ്ങൾ അവതരിപ്പിക്കുന്ന നങ്ങ്യാർകൂത്ത് എന്നിവയും അരങ്ങേറും. വേളൂക്കര പട്ടത്തെയും തെക്കേ പട്ടത്തെയും കുടുംബാംഗങ്ങളാണ് ബ്രാഹ്മണിപ്പാട്ട് അവതരിപ്പിക്കുക. രാത്രി വിളക്കെഴുന്നള്ളിപ്പ് തുടങ്ങിയാൽ ക്ഷേത്രത്തിൽ ബ്രാഹ്മണിപ്പാട്ട് നടക്കും. ഇതിനെല്ലാം പുറമെ കിഴക്കേ ഗോപുരനടയിൽ തായമ്പക, സന്ധ്യാവേലപ്പന്തലിൽ മദളപ്പറ്റെ, കുഴൽപ്പറ്റെ, കൊമ്പുപറ്റെ, നാദസ്വരം എന്നിവയും രാവിലെയും വൈകിട്ടും സോപാനത്ത് അഷ്ടപതിയും ഉത്സവദിനങ്ങളിൽ നടക്കും. ഏറെ ആസ്വാദകരാണ് ഈ ക്ഷേത്രകലകൾ കാണാനും ആസ്വദിക്കാനുമായി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. കാലങ്ങളായി അനുവർത്തിച്ചു വരുന്ന ആചാരത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കലകൾ ഉത്സവ നാളുകളിൽ അവതരിപ്പിക്കുന്നത്. TCV ഇരിങ്ങാലക്കുട.
കനത്ത വേനൽ ചൂടിലും കൂടൽമാണിക്യം ക്ഷേത്രോത്സവം ദർശിക്കാനെത്തുന്നവർക്ക് ആശ്വാസമായി സൗജന്യ സംഭാര വിതരണം. ക്ഷേത്രം കിഴക്കേ നടയിലാണ് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ സൗജന്യ സംഭാര വിതരണം നടത്തുന്നത്. ഇരിങ്ങാലക്കുട നഗരസഭ, സേവാഭാരതി, കൂടൽമാണിക്യം ക്ഷേത്ര ആചാര സംരക്ഷണ സമിതി എന്നിവരുടെ നേതൃത്വത്തിൽ സംഭാര വിതരണവും അയ്യപ്പ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ കുടിവെള്ള വിതരണവും നടത്തുന്നുണ്ട്. കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിൽ ആദ്യ ശിവേലി നടന്നു. ശിവേലി ദർശിക്കാൻ നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് സംഗമേശ്വര സന്നിധിയിലേക്ക് ഒഴുകിയെത്തിയത്. ചൈത്രം അച്ചു ഭഗവാന്റെ തിടമ്പേറ്റി. പല്ലാട്ട് ബ്രഹ്മദത്തൻ വലതും പാറമേക്കാവ് കാശിനാഥൻ ഇടതും കൂട്ടാനകളായി. ദേവദാസ് ആരോമൽ, നന്ദിലത്ത് ഗോപികണ്ണൻ എന്നീ ഉള്ളാനകളടക്കം 17 ഗജവീരന്മാർ ശിവേലി എഴുന്നള്ളിപ്പിൽ അണിനിരന്നു. ഇരിങ്ങാലക്കുട രാജീവ് വാര്യരുടെ നേതൃത്വത്തിൽ 100ഓളം കലാകാരന്മാർ അണിനിരന്ന പഞ്ചാരിമേളവും അരങ്ങേറി. വൈകിട്ട് ക്ഷേത്രത്തിൽ വിളക്കാഘോഷം നടക്കും. മതിലകം 7-ാം വാർഡിൽ നവീകരിച്ച വെട്ടുകുളം റോഡ് നാടിന് സമർപ്പിച്ചു. MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച 18 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് റോഡ് നവീകരിച്ചത്. E.T. ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് TK രാജു, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഹഫ്സ ഉഫൂർ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ MK പ്രേമാനന്ദൻ, സുമതി സുന്ദരൻ, പഞ്ചായത്ത് അംഗങ്ങളായ സംസ ബി സലീം, രജനി ബേബി, സഞ്ജയ് ശാർക്കര, മാലതി സുബ്രഹ്മണ്യൻ, CDS ചെയർപേഴ്സൺ സിബി തുടങ്ങിയവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കൊടിപ്പുറത്ത് വിളക്ക് ദിവസം അവതരിപ്പിച്ച സോപാന സംഗീതം ഭക്തിസാന്ദ്രമായി. തിരുവുത്സവത്തോടനുബന്ധിച്ച് കാവിൽ ഉണ്ണികൃഷ്ണ വാര്യരും ശിഷ്യരുമാണ് കിഴക്കേ നടപ്പുരയിൽ സോപാന സംഗീതം അവതരിപ്പിച്ചത്. നാട്ടരാഗത്തിൽ പത്മനാഭസ്തുതി പാടിയതിനു ശേഷം എടയ്ക്ക കുറുകൊട്ടി വിനായകസ്തുതി പാടിയാണ് സോപാന സംഗീതം ആരംഭിച്ചത്. കൊടുങ്ങല്ലൂർ മേത്തല കണ്ടംകുളത്ത് വീട് പൊളിച്ചു നീക്കുന്നതിനിടയിൽ മലമ്പാമ്പിനെ കണ്ടെത്തി. മതിലകത്ത് വീട്ടിൽ സുഹറയുടെ ഉടമസ്ഥതയിലുള്ള ആൾതാമസമില്ലാത്ത വീട് JCB ഉപയോഗിച്ച് പൊളിച്ചു നീക്കുന്നതിനിടെയാണ് 6 അടിയിലേറെ നീളമുള്ള മലമ്പാമ്പിനെ കണ്ടെത്തിയത്. നാട്ടുകാർ ചേർന്ന് പാമ്പിനെ പിടികൂടി സ്നേക്ക് റെസ്ക്യൂവറായ കണ്ണൻ അഷ്ടപതിക്ക് കൈമാറി. ഇന്ത്യൻ സൈനികരുടെ ആയുരാരോഗ്യത്തിന് വേണ്ടി കൊടുങ്ങാശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും വലിയ ഗുരുതി, വിശേഷാൽ നിറമാല, ചുറ്റുവിളക്ക് എന്നിവയും നടന്നു. സമൂഹ പ്രാർത്ഥനയുമുണ്ടായി. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. തിരുവല്ലാമല പറക്കോട്ടുകാവ് താലപ്പൊലിയോടനുബന്ധിച്ച് അവലോകന യോഗം തിരുവല്ലാമല ദേവസ്വം അന്നദാന മണ്ഡപത്തിൽ സംഘടിപ്പിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് KK രവീന്ദ്രൻ അധ്യക്ഷനായിരുന്നു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, തിരുവല്ലാമല പഞ്ചായത്ത് പ്രസിഡന്റ് K പത്മജ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സിന്ധു സുരേഷ്, ആശാലത, കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, കൊച്ചിൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി P ബിന്ദു, കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് KP അജയൻ, പോലീസ്, ഫയർഫോഴ്സ്, ഹെൽത്ത്, എക്സൈസ്, റവന്യൂ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. തിരുവല്ലാമല അലയുന്ന തെരുവ് കാള നൊമ്പരക്കാഴ്ചയായി. കൊമ്പിൽ പരിക്കേറ്റ കാളക്കൂറ്റന്റെ മുറിവിൽ നിന്നും പുഴു അരിക്കുന്ന നിലയിലാണ്. തെരുവിൽ അലയുന്ന കാളകളെ സംബന്ധിച്ച് TCV നേരത്തെ വാർത്ത നൽകിയിരുന്നു. ഇവയെ പിടികൂടി ലേലം ചെയ്യുകയോ ഷെൽട്ടർ ഹോമിലാക്കുകയോ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മാള ബ്ലോക്ക് പഞ്ചായത്തും സാംസ്കാരിക വകുപ്പും ചേർന്ന് നടപ്പാക്കുന്ന വജ്ര ജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയുടെ ഭാഗമായുള്ള സൗജന്യ കലാപരിശീലനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഡൊമിനിക് ജോമോൻ അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബിന്ദു ബാബു, PV വിനോദ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഷിജി യാക്കോബ്, കലാമണ്ഡലം മോനിഷ, ചുമർ ചിത്രകലാധ്യാപിക ദേവപ്രിയ വർമ്മ, കലാമണ്ഡലം നിയോൺ എന്നിവർ സംസാരിച്ചു.
അഷ്റഫ് കൂട്ടായ്മയുടെ തൃശൂർ ജില്ലാ കുടുംബസംഗമം നടന്നു. കല്ലുംപുറം വിദ്യ റെസിഡൻസിയിൽ നടന്ന കുടുംബസംഗമം കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് കടുത്താക്കൽ അധ്യക്ഷത വഹിച്ചു. സപ്ലിമെന്ററി പ്രകാശനം ജില്ലാ വൈസ് പ്രസിഡന്റ് ടിക്ടാക് അഷ്റഫ് പഞ്ചായത്ത് പ്രസിഡന്റിന് നൽകി നിർവഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് അഷ്റഫ് മൗൽ കാസർഗോഡ്, ജനറൽ സെക്രട്ടറി അഷ്റഫ് വാഴയൂർ മലപ്പുറം, വൈസ് പ്രസിഡന്റ് അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. അനുഭവങ്ങളാണ് നമ്മുടെ മക്കൾക്ക് നൽകേണ്ടത്. നാം നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വരണം. നമ്മുടെ വീട്ടിൽ നിന്ന് ഈ പുതിയ തലമുറക്ക് എന്താണ് നമ്മൾ നൽകുന്നത്? സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ പുതിയ പള്ളിയുടെ 17ാം സ്ഥാപിത പെരുന്നാൾ ആഘോഷിച്ചു. സന്ധ്യാ നമസ്കാരത്തിന് ജോസഫ് കോർ എപ്പിസ്കോപ്പ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ ജോൺ ഐസക്, സഹവികാരി ഫാദർ ആന്റണി പൗലോസ്, ഫാദർ ജോസഫ് ജോസ്, ഫാദർ കുര്യാക്കോസ് ജോൺസൺ, ഫാദർ ജോർജ് ചാക്കോ തുടങ്ങിയവർ സഹകാർമ്മികരായി. ചടങ്ങുകൾക്ക് കൈസ്ഥാനി CJ സന്തോഷ്, സെക്രട്ടറി സിൻഡോ കെ ഷീമോൻ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. അമല ആശുപത്രി ഗ്രാമയുടെ നേതൃത്വത്തിൽ വനിതകൾക്കായി കൈപ്പറമ്പ് പഞ്ചായത്ത് 4-ാം വാർഡിൽ പുറ്റേക്കര പകൽ വീട്ടിൽ ക്യാൻസർ പരിശോധനാ ക്യാമ്പ് നടത്തി. അമല ആശുപത്രി ജോയിന്റ് ഡയറക്ടർ ഫാദർ ഡെൽജോ പുത്തൂർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വികസന സമിതി അധ്യക്ഷ ലിൻഡി ഷിജു അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് CV കുര്യാക്കോസ്, അമല നഴ്സിംഗ് കോളേജ് ഇൻചാർജ് സിസ്റ്റർ ലിഖിത, ഡയറക്ടർ അനഘ, ഡോക്ടർ സാറ തുടങ്ങിയവർ സംസാരിച്ചു. വാണിജ്യം. ഇന്റീരിയർ രംഗത്ത് പുത്തൻ ചുവടുവെപ്പുമായി സ്പെക്ട്ര ഡെക്കോർ. അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങളോടുകൂടിയ സ്പെക്ട്ര ഡെക്കോർ ഇന്റീരിയർ മാനുഫാക്ചറിംഗ് കമ്പനി തൃശൂർ അവണൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. 15,000 സ്ക്വയർ ഫീറ്റിൽ മയിലാടുംകുന്നിൽ ആരംഭിച്ച സ്പെക്ട്ര ഡെക്കോർ ഇന്റീരിയർ മാനുഫാക്ചറിംഗ് കമ്പനിയുടെ ഉദ്ഘാടനം വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവ് നിർവഹിച്ചു. ഇന്റീരിയർ ചെയ്യുന്നതിന് മുൻപ് ഏത് സ്പേസുകളും 360 ഡിഗ്രി ആംഗിളിൽ പ്രൊജക്ട് ചെയ്ത് ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും കാണാൻ കഴിയുന്ന വിധത്തിൽ കമ്പനിയിൽ സജ്ജമാക്കിയിട്ടുള്ള വെർച്വൽ റിയാലിറ്റി സ്റ്റുഡിയോ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അജയ് ശങ്കർ ഉദ്ഘാടനം ചെയ്തു. മുഖ്യാതിഥിയായ ചലച്ചിത്ര താരം നമിത പ്രമോദ് സ്പെക്ട്ര ഡെക്കോറിന്റെ സർവീസ് വിംഗായ ഡെക്കോർ പ്ലസിന്റെ ലോഞ്ചിംഗ് നിർവഹിച്ചു. MLA സേവ്യർ ചിറ്റിലപ്പള്ളി, അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഫാദർ ജൂലിയസ് അറക്കൽ, അവണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമണി ശങ്കുണ്ണി, വാർഡ് മെമ്പർ രാധാകൃഷ്ണൻ, KHDEC ഗ്രൂപ്പ് ഓഫ് കമ്പനി CEO ഫിറോസ് T, ചേംബർ ഓഫ് കൊമേഴ്സ് വുമൻസ് വിംഗ് പ്രസിഡന്റ് ഡോക്ടർ കനക പ്രതാപ്, സ്പെക്ട്ര ഡെക്കോർ മാനേജിംഗ് ഡയറക്ടർ ആശ സുരേഷ്, CEO സുരേഷ് തുടങ്ങിയവർ സന്നിഹിതരായി. ഇന്ത്യയിലെ തന്നെ വനിതകൾ നയിക്കുന്ന യൂറോപ്യൻ ടെക്നോളജിയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഫുള്ളി ഓട്ടോമേറ്റഡ് ഇന്റീരിയർ മെറ്റീരിയൽ പ്രോസസിംഗ് യൂണിറ്റാണ് സ്പെക്ട്ര ഡെക്കോറിന്റേത്. ഉപഭോക്തൃ സംതൃപ്തിക്കായി ഓരോ പ്രോജക്റ്റിനും ഡെഡിക്കേറ്റഡ് സർവീസ് മാനേജ്മെന്റ് ടീം സേവനവും ലഭ്യമാണ്. ലോക നിലവാരത്തിലുള്ള കിച്ചൺ ക്യാബിനുകൾ, വാർഡ്രോബുകൾ, മൊഡ്യൂലർ യൂണിറ്റുകൾ, ഹോസ്പിറ്റൽ, റിസോർട്ട്, ഹോട്ടൽ ഇന്റീരിയർ ഉൽപ്പന്നങ്ങൾ എന്നിവയാണ് കമ്പനിയിൽ നിർമ്മിക്കുന്നത്. സ്പെക്ട്ര ഡെക്കോറിന് ഇതിനോടകം നിരവധി ദേശീയ സംസ്ഥാന അവാർഡുകളും ലഭിച്ചു. ഇന്ത്യയിൽ എല്ലായിടത്തും ലഭ്യമാകുന്ന സ്പെക്ട്ര ഡെക്കോറിന്റെ സേവനങ്ങൾ കൂടുതൽ രാജ്യങ്ങളിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം. സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണ്ണ ഗ്രാമിന് 9,045 രൂപ, പവന് 72,360 രൂപ. വെള്ളി ഗ്രാമിന് 109 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,406 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രകോപനം തുടർന്ന പാകിസ്ഥാൻ, തിരിച്ചടി നൽകി ഇന്ത്യ, നിയന്ത്രണ രേഖയിൽ പാക് ഡ്രോൺ ആക്രമണം. ജില്ലയിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 3 മരണം. കണിമംഗലത്തും തിരുവല്ലാമലയിലും പേരാമ്പ്രയിലുമുണ്ടായ വാഹനാപകടങ്ങളിൽ ബൈക്ക് യാത്രികർ മരിച്ചു. ഗുരുവായൂരിൽ വീട്ടമ്മയെ ആക്രമിച്ച് 3 പവന്റെ മാല കവർന്നു. സമീപത്തെ വീട്ടിൽ നിന്നും 2.5 ഗ്രാമിന്റെ കമ്മലും പണവും മോഷണം പോയി.
പാവട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിന് തുടക്കമായി കൂടുതുറക്കൽ ശുശ്രൂഷ ഇന്ന് വൈകിട്ട്. അടിപ്പാത നിർമ്മാണം നടക്കുന്ന അമ്പലൂരിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. നിർമ്മാണം പൂർത്തീകരിച്ച സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ കടത്തിവിടാതെ റോഡ് അടച്ചിട്ടതാണ് ഗതാഗതക്കുരുക്കിന് കാരണം. ചേറ്റുവയിൽ ആംബുലൻസിന്റെ മറവിൽ ലഹരി കച്ചവടം നടത്തിയ 2 പേർ പോലീസ് പിടിയിലായി. ചേറ്റുവ സ്വദേശി നസ്രുദ്ദീൻ, ചാവക്കാട് സ്വദേശി അബ്സാദ് എന്നിവരാണ് പിടിയിലായത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.